താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുഷിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ ടാങ്കർ വണ്ടി താന്നുപോയി. അത് കയറി കിട്ടുവാനായിട്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പേഴ്സണലായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും, ഇപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെയും, അതുപോലെ നമുക്ക് രഞ്ജു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. UK നാളത്തെ UK നേഴ്സുമാർക്ക് നടക്കേണ്ട ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവരും ഒരിക്കൽ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ ടാങ്കറൊക്കെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ അല്ലേലിയ പറയുന്നതോറും അത് മേളോട്ട് കയറി വരുന്നതല്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം പ്രഭാഷകൻ 48:14 വചനമാണ്. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈ ഒരു വചനം കേൾക്കുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ മരിച്ചതിന് ശേഷവും ആ വ്യക്തിയിൽ കൂടി അത്ഭുതങ്ങൾ നടന്നെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ തിരുസഭയിൽ കൂടി വിശുദ്ധരെയും അതുപോലെ പുണ്യവാളന്മാരെയും പുണ്യവതിമാരെയും ഒക്കെ നമ്മളെ അനുസ്മരിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവർ ജീവിച്ചിരുന്നപ്പോൾ നല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം അവരിൽ കൂടി പ്രവർത്തിച്ചെങ്കിൽ മരണത്തിന് ശേഷവും അവരുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ അന്തോണിയസിന്റെയും വിശുദ്ധ തോമസിന്റെയും എല്ലാവരും ബെനഡിക്ട് 23-ാം മാർപ്പാപ്പയുടെ ശവകുടത്തിൽ പ്രാർത്ഥിച്ചവരും എല്ലാവരും അത്ഭുതങ്ങൾ കണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ മറിയത്തിൽ കൂടി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ വണക്കമാസം എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളെ പരിശുദ്ധ അമ്മ യേശുവിന്റെ അമ്മയാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്, ദൈവകൃപ നിറഞ്ഞവളാണ്, ദൈവം കൂടെയുള്ളവളാണ്. അങ്ങനെ ഒരുപാട് ദൈവീകമായിട്ടുള്ള അനുഭവസ്ഥരായതുകൊണ്ട് സുഭാഷിതന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം പറയുന്നുണ്ട്. സുഭാഷിതം എന്ന് പറയുന്ന പ്രോവർബ് ചാപ്റ്റർ 10:6-7 പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ മറ്റുള്ളവരുടെ ബൈബിളിൽ, ചില മർത്തോമ ഓർത്തഡോക്സ് സഭയിലെ ബൈബിളിലെ സദൃശവാക്യം എന്ന് പറയും. ഇത് നിങ്ങൾ തെറ്റാതിരിക്കാനാണ് കത്തോലിക്ക സഭയുടെയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അല്ലെങ്കിൽ ആ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യം കൂടെ ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. പ്രോവർബ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കത്തോലിക്ക ബൈബിളിലെ സുഭാഷിതം 10-ാം അധ്യായത്തിലെ 6-ഉം 7-ഉം വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങളെ കുടികൊള്ളുന്നു. അപ്പം നീതിമാന്മാർ ആരാണ്? ദൈവത്തെ അനുഗമിച്ച് അനീതി പ്രവർത്തിക്കാതെ നീതി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ച മക്കള്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ അവരിൽ കൂടി ദൈവം നടത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, എന്നിൽ കൂടി ദൈവം തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. പല ക്യാൻസർ രോഗങ്ങൾ മാറുന്നു, പല ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മാറുന്നു, പലരുടെ ശരീരത്തിന്റെ പല വിധത്തിലുള്ള രോഗങ്ങൾ മാറുന്നു എന്ന് പറയുന്നു. അതിലുപരി മരണാസനയിൽ കിടക്കുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു വിടുവാനുള്ള വലിയൊരു കൃപയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ കൃപ എടുക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിൽ പോകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പഴയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം, ബ്രദറിന്റെ ധ്യാനം കൂടി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് മറ്റൊരു ധ്യാനത്തിന് അങ്ങോട്ട് വരാം, ബ്രദർ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂര്, തലശ്ശേരി, രൂപത കണ്ണൂര് ആ ഏരിയയിലൊക്കെ വിളിക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ വിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട് അനീതി പ്രവർത്തിക്കാതെ നീതി പ്രവർത്തിച്ചാൽ നിന്റെ മരണശേഷവും ആ നീതിയുടെ
ആ ആ അനുഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തില്, അല്ലെങ്കിൽ നീ മരിച്ചതിന് ശേഷം നിന്റെ പേരിൽ അത്ഭുതങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ പറയുകയാണ് സുഭാഷിതം 10-6-7 പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാ, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു, ദുഷ്ടരുടെ വായി അക്രമം മറച്ചു വെക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അവരെ അനീതിയും അക്രമങ്ങളും കണ്ട് കഴിയുകയാണ്. അവരുടെ പേര് പോലും ഭൂമിയിൽ നിന്ന് മായ്ക്കപ്പെടുമെന്നാ പറഞ്ഞു. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയില് ഏത് ജാതിയായാലും ഏത് മതസ്ഥരായാലും ഞാൻ പറയുന്നു, നീ നന്മ പ്രവർത്തിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, നീയും വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നീതി പ്രവർത്തിക്കുക, അനീതിക്കെതിരായിട്ട് നമ്മൾ ഇടപെടുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ഞാനും നിങ്ങളും മരണത്തിന് ശേഷവും ഒരുപക്ഷെ നമ്മുടെ പേരില് പ്രാർത്ഥിക്കുന്നവരെ ബ്രദറുണ്ട്. ഞാനിപ്പോഴേ എന്റെ ജീവിത പങ്കാളിയോട് പറയും, എടി ഞാൻ വേദനിക്കുന്ന കാണുന്നില്ലേ, ഞാൻ പോകുന്ന കാണുന്നില്ലേ, ഇതൊക്കെ പറയുമ്പോൾ ആ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മാർട്ടിൻ ബ്രദറിന് ഒരു 10-15 ദിവസം കൂടെ അവധി നീട്ടി വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ എന്റെ ജീവിത പങ്കാളിയുടെ കല്ലറയിൽ പോയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മാർട്ടിൻ ബ്രദർ കേട്ടോണ്ടിരിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ചേച്ചിയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചി പ്രാർത്ഥിച്ച് എനിക്കൊരു അനുഗ്രഹം തരുമെന്ന്. അത് എന്നെ ഒരു വല്ലാതെ ഒരു ഇതിലാക്കി കഴിഞ്ഞു, ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി. കാര്യം വെച്ചാൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ജീവിച്ച എനിക്കറിയാം. പക്ഷെ നമ്മൾ കാണുന്നത് പോലെ അല്ലല്ലോ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും അതിനുശേഷം പോയി കഴിഞ്ഞപ്പോൾ 10-15 ദിവസം കൂടെ നീട്ടിക്കൊടുത്തിരുന്നു. ഇന്നും പ്രിയമുള്ളവരെ, ഓരോ സമയങ്ങളിലും ഓരോ വിശുദ്ധര് മരിച്ച് നമുക്കറിയാം മരണം മൂലം വേർപെട്ടു പോയവരുടെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിശ്ചയമായിട്ടും നമുക്കറിയാം വിശുദ്ധ അൽഫോൻസമ്മയുടെ കല്ലറ അടക്കിയിരിക്കുന്നിടത്ത്, വിശുദ്ധ തോമാശ്ലീഹയുടെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും യാചനകളും അപേക്ഷകളും ദൈവം തമ്പുരാൻ അത് അവരിൽ കൂടി നിറവേറ്റി തരുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മളെ ആശ്രയിക്കുന്ന ദൈവത്തിലും ആശ്രയിക്കണം, ഈ വിശുദ്ധരിലും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ 2 ദിനവൃത്താന്തം 20-20 പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ വിശ്വസിക്കുക, നീ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക, നിങ്ങൾ വിജയം വരിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20-20 വചനത്തില്. അപ്പം ദൈവത്തിലും വിശ്വസിക്കണം, ദൈവത്തിന്റെ ദാസന്മാരിലും വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഇവിടെ സുഭാഷിതം 10-7 പറയുന്നത്, നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് അനുഗ്രഹമാണ്. നീതിമാരെ ഓർക്കുന്നതും നീതിമാരെ അനുസ്മരിക്കുക എന്ന് വെച്ചാൽ അവരുടെ വാക്ക്, അവരുടെ പേരുച്ചരിക്കുന്നത് പോലും അനുഗ്രഹപ്രദമായിരിക്കും. അതുകൊണ്ട് ദുഷ്ടരെ നാമം ക്ഷയിച്ചു പോകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് ദൂരെ പോകുവിൻ എന്ന് യേശുവിന്റെ ആ വചനം നമുക്കറിയാം. ഗിരിപ്രസംഗത്തില് അനീതി പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ പോ എൻ്റെ അടുത്തുനിന്ന്, എൻ്റെ നാമത്തിൽ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പൊ നമ്മളെ അനീതി പ്രവർത്തിക്കാതെ നീതി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തിലും മരണത്തിന് ശേഷവും നമ്മളിൽ കൂടി ദൈവം തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. കാര്യം നീതി പ്രവർത്തിക്കുന്നവന്റെ ശിരസിൽ അനുഗ്രഹം കുടികൊള്ളുന്നു എന്ന് പറയുന്നത് സത്യമാണ്. നമുക്കറിയാം എവിടെയാണ് ഇങ്ങനെ മരണത്തിന് ശേഷം അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 5-ാം അധ്യായം 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെ ഏലിയ പ്രവാചകനെ കൂടി ദൈവം തമ്പുരാൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. അത് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലെ 10-14 വചനത്തിലേക്ക് ഞാൻ പോകുകയാണ്. അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയും, ഏലീശ ദൂതനയച്ചവനോട് പറഞ്ഞു, നീ ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർണ്ണസ്ഥിതിയിലാകുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ട് ഏലീശ പ്രവാചകൻ നാമാനോട് പറയുന്നതാ. നാമാൻ അടുത്ത രാജ്യത്തു നിന്ന്, ശത്രു രാജ്യത്തു നിന്ന് വന്നതാ. പക്ഷെ ആ നാമാനെ ഏലീശയുടെ സഹപ്രവർത്തനെ പറഞ്ഞു, അവൻ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ മതി, അവന്റെ പൂർവ്വസ്ഥിതിയിലാവും, അവന്റെ രോഗം വിട്ടുമാറുമെന്ന്. പക്ഷേ എന്നാൽ ഈ നാമാൻ കുപിതനായി. അവിടെ 5-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനം പറയുന്നു, എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഏലിശ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് ആ തൻ്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കരം വീശി എന്നെ
സുഖപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പ്രിയമുള്ളവരെ, ദൈവിക സാന്നിധ്യം ആ വ്യക്തി കൂടി പറയുന്നത് കേട്ടാൽ മതി. ഇന്ന് പല വ്യക്തികളോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അത് ചെയ്യേ ഇത് ചെയ്യേ. നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, അവിടെ ദൈവം പ്രവർത്തിക്കും. അല്ല, ഞാൻ വന്ന് കരം വീശുകയോ ഞാൻ വന്ന് നിങ്ങളെ കൈതൊട്ടുകൊണ്ടൊന്നും അല്ല സൗഖ്യങ്ങൾ കിട്ടുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും. ദൈവം പറയുന്ന അരുളപ്പാട് കിട്ടിയിട്ട് അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ആ പഴ ചെയ്താൽ, കാരണം പ്രവാചകന്മാരിലും വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. അതേപടി വിശ്വസിക്കണം. എന്താണ് പറയുന്നത് അതേപടി വിശ്വസിച്ചാൽ നിശ്ചയമായിട്ട് നിങ്ങൾ വിജയം വരിക്കുകയും ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇവിടെ പറയാണ്, നാമം കുപിതനായി പോയി. ആ പോകുന്ന വഴിക്ക് അവന്റെ ശിഷ്യന്മാർ, 14-ാമത്തെ വചനം പറയാ, അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവര് പറയാണ്, ശിഷ്യന്മാര് കൂടെ വന്ന നാമാന്റെ കൂടെ വന്ന സഹപ്രവർത്തകർ പറഞ്ഞു, അല്ലയോ യജമാനെ, ആ പ്രവാചകൻ വലിയ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. നീ എന്തെല്ലാം കൊണ്ടുവന്നു, വെള്ളി കൊണ്ടുവന്നു, ഒട്ടകത്തെ കൊണ്ടുവന്നു, ആടുമാടുകളെ കൊണ്ടുവന്നു, ഇതൊന്നും ആ പ്രവാചകൻ ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് ആ പ്രവാചകൻ എത്ര നിസ്സാരമായ കാര്യമാണ് പറഞ്ഞത്, അതൊന്ന് ചെയ്താൽ പോരെ എന്ന് 14-ാമത്തെ വചനം പറയുന്നു. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി. 6 പ്രാവശ്യം കുളിച്ചിട്ടും 6 പ്രാവശ്യം മുങ്ങിട്ടും അവന്റെ രോഗം വിട്ടുമാറിയില്ല. ആ പ്രവാചകൻ പറഞ്ഞ് 7 പ്രാവശ്യം നീ മുങ്ങി കുളിക്കാന്ന. 6 പ്രാവശ്യം മുങ്ങിട്ടും അവന്റെ ശരീരത്തിന്റെ രോഗം വിട്ടുമാറിയില്ല. പക്ഷെ പ്രവാചകനെ കൂടി ദൈവം സംസാരിച്ചത് 7 പ്രാവശ്യമായിരുന്നു. 7 പ്രാവശ്യം മുങ്ങി അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവന്റെ ശരീരം സുഖം പ്രാപിച്ചു, ശിശുവിൻ്റെതുപോലെയായി എന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ, ദൈവദാസന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരങ്ങളെ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഏലിശ പ്രവാചനോ ഞാനോ ഒന്നും അല്ല പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ കൂടി ദൈവം സംസാരിച്ചു കഴിയുമ്പോൾ, അവരുടെ വാക്ക് കേട്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രവർത്തിച്ചാൽ അവിടെ ദൈവത്തിന്റെ കരങ്ങൾ അവരിലേക്ക് കടന്നു വരും. അതാണ് ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടമാകും. ആ പ്രകടമാകേണ്ടത് ആകാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ വിശ്വാസക്കുറവോ അനുസരണക്കേടോ ഒക്കെ ആയിരിക്കാം. പറയുന്നത് തർക്കുത്തരം പറയോ, അതിനെ നിസ്സാരമായിട്ട് കാണുക. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 19-ഉം 20-ഒക്കെ വചനത്തിൽ പറയുന്നത്, ഇതാ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനം ആരുടെയും സ്വമനസാല പറയുന്നതല്ല, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ ആ വ്യക്തികൾ പറയുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും നമുക്ക് യാതൊരു പ്രോബ്ലങ്ങളും ഇല്ലാതെ ദൈവം തമ്പുരാന്റെ കരങ്ങളെ അവിടെ നീട്ടും, ദൈവത്തിന്റെ കരങ്ങൾ നീട്ടും. അതുകൊണ്ട് നമുക്കറിയാം, ഈശോ പോലും മരിച്ചതിന് ശേഷം ആത്മാവിൽ ജീവൻ പ്രാപിച്ച് പത്രോസിന്റെ, അതാണ് ജീവിച്ചിരുന്നപ്പോൾ ഈശോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നടത്തിയിരുന്നു. ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും അവിടെ യേശു വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് കണ്ടവരും കേട്ടവരുമാ. എന്നാൽ മരിച്ചതിന് ശേഷം യേശു അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 3-ാം അധ്യായത്തില് അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. 20-21 വചനത്തിലേക്ക് നമ്മൾ 18 മുതൽ വായിച്ചാൽ അറിയാം. 18-ാമത്തെ വചനം പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. കണ്ടോ, നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം കുടികൊള്ളുന്ന യേശുവിനെ അനുഗമിക്കുന്ന വിശുദ്ധരെ കുറിച്ചൊക്കെ പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുമെങ്കിൽ ഇവിടെ പറയുകയാണ്, പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ അവൻ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടി നീതിമാന്റെ മരണമായിരുന്നു. ദൈവം തമ്പുരാൻ നീതിമാനായിരുന്നു, അനീതി പ്രവർത്തിച്ചിട്ടല്ല, നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട്, അവിടെ വ്യക്തമായിട്ട് പറയാം, ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എന്നാൽ 19-ാമത്തെ വചനം പറയുക, ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. മരണത്തിന് ശേഷം ദൈവം തമ്പുരാൻ ബന്ധനത്തിലായിരിക്കുന്നവർക്ക്, വിടുതൽ ലഭിക്കാത്തവർക്ക് വേണ്ടി അവരുടെ അടുക്കൽ പോയി സുവിശേഷം പ്രഘോഷിക്കുന്നതായിട്ട് ബൈബിള് നമ്മളെ വിവരിച്ചു. അവരാരായിരുന്നു? നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ ആ അനുസരണക്കേട് നിമിത്തം പെട്ടകത്തിൽ കയറാതെ അനുസരണക്കേട് നിമിത്തം ആ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയവരായിരുന്നു. അവിടെ വ്യക്തമായിട്ട് 20-ാമത്തെ വചനം പറയാം, അവരാട്ടെ നോഹിന്റെ കാലത്ത് പേടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു.
കണ്ടോ? അവരെ പോലും ബന്ധനത്തിൽ നിന്ന് മാറ്റാൻ ദൈവം കടന്നു എന്നാ പറയുന്നത്. അവിടെ ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു, മരണത്തിന് ശേഷവും വലിയ അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തില് 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും ഏലീശയെ പറ്റി, ഞാൻ ആ ഒരു വ്യക്തിയെ മാത്രമേ എടുക്കുന്നുള്ളൂ, വളരെ അനുഗ്രഹങ്ങളാണ്. ഏലീശയെ പറ്റി എടുക്കുമ്പോൾ 4-ാം അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ പ്രവാചകഗണത്തിൽ ഒരുവന്റെ ഭാര്യ ഏലീശയോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നു എന്ന് എലീശ പറഞ്ഞു. അങ്ങേക്കറിയാമല്ലോ, അവനും കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അവൻ മരിച്ചതിന് ശേഷം വിധവയായ ആ സ്ത്രീയുടെ 2 മക്കളെയും കടം കൊടുക്കാനുള്ളത്, കടബാധ്യത ഉള്ളവരെയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക, കടം കൊടുക്കാനുള്ളത് അതിന് പകരമായിട്ട് ഇന്ന് നമുക്കറിയാം എന്തെല്ലാം പറയും, നിന്റെ ഭാര്യ വിട്ടുക, അല്ല നീ എന്നോട് പാടി, എന്തെല്ലാം വൃത്തികെട്ട രീതിയിലാണ് ഈ പണം കൊടുത്തവരെ അത് ഈടാക്കാനായിട്ട് ചെയ്യുന്നത്. ജപ്തി ചെയ്യിപ്പിക്കുക, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, എന്തെല്ലാം ചെയ്യും. എവിടെ പറയാ, കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഏലീശ അവളോട് പറഞ്ഞ കാര്യമാണ് അടുത്ത വചനം പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ആ പ്രവാചകൻ ചോദിച്ചു പറഞ്ഞു. അവള് പറഞ്ഞു, എന്റെ വീട്ടിൽ 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. കണ്ടോ, പ്രവാചകൻ ഉടനെ പറയുക, നീ ഒരു കാര്യം ചെയ്യ്, ഒരുപാട് പാത്രങ്ങളെല്ലാം ശേഖരിച്ചു വെക്ക്, എന്നിട്ട് എണ്ണ കോരി ആ പാത്രങ്ങളെല്ലാം നിറയ്ക്കാൻ, അത്രേ പറഞ്ഞുള്ളൂ. അവൾ അതുപോലെ തന്നെ വീടിന്റെ അകത്ത് കയറി വീടടച്ചു. അതാ 4-ാമത്തെ വചനം പറഞ്ഞു, പിന്നെയും നീയും നിന്റെ പുത്രന്മാരും അകത്ത് കിടന്ന പാത്രങ്ങളിൽ എണ്ണ പകരുക, നീ നിറയുന്നത് മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ അടുത്തുനിന്നെല്ലാം പാത്രം മേടിച്ചുകൊണ്ട് വന്നെന്നാ പറയുന്നത്. അവൾ ദൈവപുരുഷന്റെ അടുത്ത് എന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കണ്ടോ. കടം വീട്ടാനുള്ള വഴിയും കാണിച്ചു തന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള വഴിയും ദൈവം തമ്പുരാൻ ആ പ്രവാചകനെ കൂടെ കാണിച്ചു തന്നു. അത് ചെയ്തത് കൊണ്ടാണ് എലീശ പ്രവാചകന്റെ ആ വാക്ക് കേട്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ശൂനോങ്കാരിയുടെ മകൻ, അതാ മക്കളില്ലാത്തവരും ശ്രദ്ധിക്കുക, മക്കളില്ലാതിരുന്ന വ്യക്തിയോട് എലീശ പ്രവാചകൻ പറഞ്ഞു, അടുത്ത മാസം നിനക്ക് ഇതുപോലെ ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അത് സംഭവിച്ചു. എലീശാവക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗേസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല. 14-ാമത്തെ വചനം പറയാം, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ ചെന്ന് നിന്നു. എലീശ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ പ്രഭു, ഈ ദാസിയോട് വ്യാജം പറയരുത്. എലീശ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ചു. അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. നിങ്ങൾക്കറിയാം, ഈ ശുനോങ്കാരിയുടെ വീട്ടിലാണ് ഈ പ്രവാചകന്മാർക്ക് ഒരു റൂം തയ്യാറാക്കി വെച്ചത്. അതായത് മുകളിലത്തെ നിലയില് അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ആ ദൈവപുരുഷന് വേണ്ടി നമുക്ക് അദ്ദേഹം ഇതുവഴി പോകുമ്പോൾ ഇവിടെ താമസിക്കാനായിട്ട് ഒരു വീട് കൊടുക്കാമെന്ന്. അദ്ദേഹം അവിടെ കിടക്കുമായിരുന്നു, അങ്ങനെ പതിവായിരുന്നു. അപ്പോഴാണ് അവരുടെ കുറവുകൾ പറഞ്ഞു കൊടുത്തത്, ഇതാ അവർക്ക് മക്കളില്ലെന്ന്. ഉടൻ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് ആ എലീശ പ്രവാചകനെ കൂടി അവളോട് പറയുകയാണ്, നിനക്ക് അടുത്ത വസന്ത വർഷം ഒരു കുഞ്ഞിനെ നീ താലോലിക്കുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലും അസംഭവമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്. അസാധ്യമെന്ന് കാണുന്നത് ദൈവം തമ്പുരാൻ അവിടെ സാധ്യമാക്കി. അങ്ങനെ അവര് ആ കുട്ടിയും കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയാം, കുട്ടി വളർന്നു. ഒരു ദിവസം കുട്ടിക്ക്, അതാണ് 18-ാമത്തെ വചനം പറയുന്നു, നമ്മളത് എലീശ പ്രവാചകന്റെ ചില കാര്യങ്ങൾ പറയാനാ. മരിച്ചതിന് ശേഷവും ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതങ്ങൾ നടത്തിയെങ്കിൽ നിശ്ചയമായിട്ടും ഞാനും നിങ്ങളും അനീതി പ്രവർത്തിക്കാതെ ദൈവഭക്തി വളർത്തിയെടുത്ത് വിശ്വാസത്തിൽ ജീവിതം നയിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയാലും നമ്മളിൽ കൂടി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് തലമുറകൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ആസ്പദമാക്കി ഞാൻ നിങ്ങളെ ഈ സമയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം മൂലം വേട്ടുവൻ, നമുക്കറിയാം, ഇതിനകത്ത് ഒരു സഹോദരിയുണ്ട്, ഞാൻ പറയത്തില്ല, അത് എന്നോട് പറയും, ഞാൻ എൻ്റെ കൊച്ചിനെ അറിവില്ലായ്മ സമയത്തായിരുന്നു, കൊച്ചിനെ സുഖമില്ലാതെ കൊച്ചു മരിച്ചുപോയി. ശിശു പ്രസവിച്ചു കഴിഞ്ഞ് കൊച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് മരിച്ചുപോയി. എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ആ കല്ലറ അടക്കിയെടുത്ത് പോയി ആ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരമ്മ പറയുകയാണ്, ആ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന്. നിശ്ചയമായിട്ടും മരണം മൂലം വേർപെട്ടു പോയ ആ കുഞ്ഞ് പരിശുദ്ധ ശിശുക്കളൊക്കെ പരിശുദ്ധരാണ്. ആ കുഞ്ഞിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും നിറവേറ്റി കൊടുത്തു എന്ന്
ദൈവം നമ്പരാ. കാര്യം ഈ അമ്മ വേദനിക്കുന്ന ആ കുഞ്ഞിന് കാണത്തില്ല, അവന്റെ സഹോദരങ്ങൾ വേദനിക്കുന്ന അവർക്ക് കാണത്തില്ല. അപ്പം കുടുംബപരമായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും. അത് തന്നെ ഞാൻ പലരോടും പറഞ്ഞു കൊടുത്തു, പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം അവരുടെ നീയും നിന്റെ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കാനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തു പോയാൽ, ആ അനീതി പ്രവർത്തിക്കാൻ നീതി പ്രവർത്തിച്ചാൽ അവരുടെ ശിരസിൽ അനുഗ്രഹം ദൈവം കൊടുക്കും. ആ അനുഗ്രഹം മരണത്തിന് ശേഷവും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഇവിടെ പറയുക, അയ്യോ ആ കുട്ടിക്ക് ഒരു ദിവസം അസുഖം വന്നു, തലവേദന ഉള്ളവരെ, വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 19-ാമത്തെ വചനം എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുക. ശിരസെ കൈവച്ച് അവൻ പറഞ്ഞു, അയ്യോ എന്റെ തല വേദനിക്കുന്നു. പിതാവതത്തിനോട് പറഞ്ഞു അവന്റെ അമ്മയുടെ അടുക്കലേക്ക് പോകാൻ. തലവേദനയ്ക്ക് മാറാൻ പറ്റിയ ഒരു വചനമാണ്. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു. പിന്നെ അവൻ മരിച്ചുപോയി. അപ്പൊ മക്കളില്ലാതിരുന്ന ഒരു മകനെ കൊടുത്തപ്പോൾ ആ കുഞ്ഞ് വളർന്നു വന്നു. അവന് തലവേദന എടുത്ത് ആ കുഞ്ഞ് മരിച്ചുപോയി. നിങ്ങളത് വളരെ ശ്രദ്ധിക്കണ്ടേ. കുഞ്ഞ് മരിച്ചുപോയി. 21-ാമത്തെ വചനം, അവൾ എന്താ ചെയ്തെന്നറിയാവോ? ദൈവദാസം വന്ന് കിടക്കാറുള്ള, ഞാൻ ഓർക്കുകയായിരുന്നു, ഇതിൻ്റെ അകത്ത് പല വ്യക്തികളും ഉണ്ട്. ഏതെങ്കിലും ഭവനത്തിൽ ഞാൻ പോയി കിടന്നു കഴിഞ്ഞാൽ ഞാൻ കിടന്ന കട്ടിലല്ല അവർ പോയി കിടക്കുമെന്ന്. സത്യമായിട്ട് അവർക്കൊരു വലിയ അനുഭവം. ഇതിൻ്റെ അകത്ത് ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ പോയപ്പോൾ ആ കട്ടിലെ ഞങ്ങൾ കയറി കിടന്നു ബ്രദറെ എന്ന് പറഞ്ഞു. കാര്യം ഞാനും അമ്മയും എൻ്റെ മോളും എല്ലാം ആ കട്ടിലേലായിരുന്നു. അതിന് പിടിച്ചു പറയുമായിരുന്നു. കാര്യം ഈ വചനം ഞാൻ ഇന്നാണ് അത് പ്രസംഗിക്കുന്നത്. അവരതൊന്നും കേട്ടിട്ടുള്ളവരല്ല. പക്ഷെ ഞാൻ കിടന്ന കട്ടിലേല് അവർ പോയി കിടന്നു. ഈ വചനം അത് സത്യമാണ്, കേട്ടോണം. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. ഉച്ചവരെ കുട്ടി, ആ 20-ാമത്തെ വചനം, കുട്ടി അമ്മയുടെ മടിയിലിരുന്ന് അവൻ മരിച്ചു. എന്നാൽ ഈ അമ്മ എന്താ ചെയ്തത്? 21-ാമത്തെ വചനം, അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയ ശേഷം, ദൈവപുരുഷൻ കിടക്കുന്ന കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ചു. മരിച്ചുപോയ കുഞ്ഞിനെ അതാ ആ കിടക്കയിൽ കൊണ്ട് കിടത്തുന്നു. കണ്ടോ എന്തൊരു വിശ്വാസം! അവിടെ കിടത്തിയിട്ട് കതവടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു വേലക്കാരനെയും ഒരു കഴുതയും വിളിക്കുക, എനിക്ക് ദൈവപുരുഷന്റെ അടുത്ത് പോകണം. ദൈവപുരുഷന്റെ അടുത്ത് ചെന്നു. ദൈവപുരുഷൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. ഗഹസിയോട് പറഞ്ഞു, നീ എന്റെ വടിയും ഇതും കൊണ്ട് ആ കുഞ്ഞിന്റെ ദേഹത്ത് കൊണ്ട് വെക്കെന്ന് പറഞ്ഞു. അവന് ജീവൻ കിട്ടട്ടെ, അവനെ സുഖപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ സഹപ്രവർത്തകൻ പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഏലീശ തന്നെ അവളോടൊപ്പം. അവൾ പറഞ്ഞു, ദൈവപുരുഷ അങ്ങ് വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന്. അങ്ങനെ നിങ്ങളത് വായിക്കുന്നത് നല്ലതാ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ? 1, ദൈവ മക്കൾക്ക് വേണ്ടി റൂം തയ്യാറാക്കി കൊടുത്തു. 2, അവർക്ക് ദൈവാനുഗ്രഹങ്ങള് ആ വ്യക്തി കൂടി അവരുടെ ഭവനത്തിന് കിട്ടാൻ തുടങ്ങി. 3, അതാണ് യേശുനാഥൻ പറഞ്ഞത്, എന്റെ ദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും 100 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരുമെന്ന്. ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ വീട്ടിലും ദൈവദാസന്മാർ വരുമ്പോൾ, എൻ്റെ വീട്ടിലും വൈദികർ വരുമ്പോൾ ഞാനും അതുപോലെ ചെയ്യുന്നുണ്ട്. കാര്യം അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം. കാരണം വചനം എനിക്കറിയാവുന്നതുകൊണ്ട് തെറ്റു പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവദാസൻ കിടന്ന റൂമിൽ കൊണ്ടുവന്ന് മരിച്ചുപോയ കുഞ്ഞിനെ കൊണ്ട് കിടത്തി. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അപ്പൊ അടുത്ത അത്ഭുതം നടക്കുകയാണ്. അവിടെ പോയി കിടത്തി. ആ മരിച്ച കുഞ്ഞിനെ ആ ദൈവദാസൻ കിടന്ന കട്ടിലിൽ പോയി കൊണ്ട് കിടത്തി. അതാ എന്നിട്ട് അവള് പറയാണ്, ദൈവപുരുഷന്റെ അടുത്തെത്തി പറഞ്ഞു. ആ 25-ാമത്തെ വചനം. അപ്പൊ ദേവദാസൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതാ അവന് പിന്നീട് പറയാ 32-ാമത്തെ വചനം, ഏലീശ ആ ഭവനത്തിലേക്ക് അവളുമായിട്ട് വന്നു. ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടോ. അവന്റെ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഏലീശ കിടന്നുകൊണ്ടിരുന്ന റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ കട്ടിൽ ഈ കുഞ്ഞിനെ കിടക്കുക. കുട്ടി മരിച്ചിരിക്കുന്നു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. ഏലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വേറെ ആരുമില്ല, മരിച്ചു കിടക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഏലീശയ്ക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഇതൊന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിന്റെ ഒരു വാക്ക് മതി ആ കുഞ്ഞ് എഴുന്നേറ്റ് വരാൻ. പക്ഷേ യേശുവും പല പ്രാവശ്യം ലാസറിനോട് പറഞ്ഞു, ലാസറെ നീ പുറത്ത് വരിക. എന്നിട്ട് പറഞ്ഞു അവന് കെട്ടഴിക്കാൻ പറഞ്ഞു, അവന്റെ മുഖംമടി മാറ്റാൻ പറഞ്ഞു. അപ്പൊ മനുഷ്യൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ദൈവദാസന്മാര് ചെയ്യുമ്പോൾ അതിന് മറ്റ് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് എല്ലാവരും ചിന്തിച്ചേനെ. ഇല്ല, ഒരു ദൈവദാസൻ ചെയ്യുകയാണെങ്കിൽ, ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തില് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ. ദൈവദാസനെ കൂടി ദൈവം പറയുന്നത് ചെയ്താലേ അവിടെ അത്ഭുതം നടക്കത്തുള്ളൂ. അവിടെ കരസ്പർശനമേക്കണം, ശരീര സ്പർശനമേക്കണം, ചൂട് ചുംബനം കൊടുക്കേണ്ടി വരും. ഇവിടെ ചെയ്തത് ഞാൻ ഓർക്കായിരുന്നു. അനന്തരം കിടക്കയിൽ കയറി
ആ ബാധിച്ചതിന് ശേഷം ഏലിശ പ്രവാചകൻ അനന്തരം കിടക്കൽ കയറി തന്റെ കുട്ടിയുടെ വായോട് ചേർത്ത് പിടിച്ചു. കണ്ട, ചുണ്ടിനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് കണ്ണുകളും തന്റെ കൈകളും അവന്റെ കൈകളോട് ചേർത്ത് വെച്ചു. അവന്റെ മേൽ കിടന്നു. കണ്ടോ, അത് ഞാൻ ഓർക്കായിരുന്നു. അത് സ്ത്രീ ആയിരിക്കട്ടെ, ഒരു പുരുഷനായിട്ട് എന്തെങ്കിലും ദേഹത്ത് കയറി, മരിച്ചവന്റെ ദേഹത്ത് കയറി കിടക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം പറയാൻ സാധിക്കും. ആ ശവത്തിനെ പോലും ഇയാൾ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് പറയാൻ സാധിക്കും. ആ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു കാലഘട്ടം അങ്ങനത്തെയാണ്, നെഗറ്റീവായിട്ട് എടുക്കുന്നതാണ്. ദൈവപുരുഷന്മാര് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാര് ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടി മാത്രമേ ദൈവം ഇടപെടത്തുള്ളൂ എങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് വിശ്വാസത്തോടുകൂടി ചെയ്യണം. ഏലിശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു പ്രാവശ്യം നടന്നു, വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. 7 പ്രാവശ്യം കിടന്നു. 7 എന്നുള്ള ദൈവിക സംഖ്യയാണെന്ന് എപ്പോഴും ഞാൻ പറയും. 7 പ്രാവശ്യം നദിയിൽ മുങ്ങിക്കുളിക്കാനായിട്ട് പറഞ്ഞു. 7 അപ്പം 5 അപ്പം എടുത്തതിന് ശേഷം 7 അപ്പം യേശു എടുത്തു. 7 അപ്പം എടുത്തത് അപ്പം പിന്നെ എടുത്ത് ആശീർവദിച്ചിട്ടില്ല. 5 അപ്പം എടുത്ത് ആശീർവദിച്ച് 5000 പേർക്ക് കൊടുത്തു. പിന്നെ എടുത്തത് 7 അപ്പം കുറച്ച് മീനുമായിരുന്നു. 7 അപ്പം അത് ദൈവത്തിന്റെ പൂർണ്ണതയാണ്, സംഖ്യയാണ്. അവരെ 7 പ്രാവശ്യം തുമ്മിയതിന് ശേഷം കണ്ണു തുറന്നു. കണ്ടോ, ആ കുഞ്ഞിന്റെ ദേഹത്ത് കയറി വായോട് വാ ചേർത്ത്, കൈയോട് കൈ ചേർത്ത്, ശരീരത്തോട് ശരീരം ചേർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നു. അവന്റെ മേൽ കിടന്നതിന് ശേഷം എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നെയും അതുപോലെ ചെയ്തു. അങ്ങനെ 7 പ്രാവശ്യം അവൻ തുമ്മിയതിന് ശേഷം കണ്ണു തുറന്നു. കണ്ടോ, മരിച്ച കുഞ്ഞ് കണ്ണു തുറന്നു. ഏലിസയുടെ ഒരു സൂനംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. ഏലിശ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊണ്ട് പോവാ. കണ്ടോ, മരിച്ച കുഞ്ഞ് ജീവനോടെ വരുന്നു. ഇതുപോലെ പത്രോസും ചെയ്ത പല മേഖലയുണ്ട്. ഇതുപോലെ പല വ്യക്തികളും ഇതിൻ്റെ അകത്ത് പ്രവാചകന്മാര് ചെയ്തത് എനിക്കറിയാം. കർത്താവിന്റെ ആ സന്ദേശം അതപ്പടിയെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവാചകന്മാര് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ട് ചെയ്താൽ അത് അദ്ദേഹം കിടന്ന കട്ടിലേക്ക് കിടന്നു. ഞാൻ ഓർക്കായിരുന്നു, എൻ്റെ പാട്ടുകാരൻ 10-15 വർഷമായിട്ട് എൻ്റെ കൂടെ നടക്കുന്നതാ. ഇന്ന് എന്നോട് പറയാ, ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ബ്രദറെ എൻ്റെ വണ്ടിയിൽ ഒന്ന് ഓടിക്കാനായിട്ട് ഇരുന്നൊന്ന് ഓടിക്കണമെന്ന്. അതിനുശേഷം ഞാൻ ഇരുന്ന് ഓടിച്ചോളാമെന്ന്. കാര്യം എന്തൊക്കെയോ ഇത് അസ്വസ്ഥത ഉണ്ടായിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വീട് വരെ ഞാൻ അങ്ങോട്ട് നടന്നാ പോയത്. ഇങ്ങോട്ട് ആ പാട്ടുകാരൻ്റെ താക്കോൽ എൻ്റെ ഇതന്നു. ഞാൻ പ്രാർത്ഥിച്ച് ആ സീറ്റിലിരുന്ന് ഇവിടം വരെ ഓടിച്ചു വന്നു. അദ്ദേഹത്തിന് സന്തോഷം പറയുമായിരുന്നു. ബ്രദർ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇരുന്ന് ഓടിച്ച സീറ്റിൽ അദ്ദേഹം കയറി ഇരുന്ന് ഓടിക്കാൻ പോയി. എന്നിട്ട് എന്നോട് പറയാ, എൻ്റെ ബ്രദറെ, ഞാൻ വീട്ടിൽ ചെന്നത് എത്ര പെട്ടെന്നായിരുന്നു, എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അതുപോലെ പോൾ ബ്രദറിന്റെ ഒക്കെ വണ്ടിയിൽ ഞാൻ കയറിയിരിക്കും. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, പൈശാചി ബന്ധങ്ങൾ വിടുതലെടുക്കാൻ മർക്കോസ് 1:2 നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിനക്കാട്ട് വഴിയൊരുക്കും. ഈ വചനത്തിന്റെ അനന്ത യോഗ്യത ഉരുവിട്ടുകൊണ്ട് വാഹനം മണ്ടിക്കുമ്പോൾ ആ വാഹനത്തിന്റെ മുമ്പിലും പിമ്പിലും ഇരുവശങ്ങളും ദൂതന്മാരുടെ അകമ്പടി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ദൈവം തമ്പുരാൻ എനിക്ക് ഒരു ആപത്ത് വന്നില്ല. ഞാൻ ഓർക്കായിരുന്നു, മുട്ടാറ് ഞങ്ങൾ കടന്നിരുന്നപ്പോൾ പൈശാചിക ശക്തികളുടെ ഡെലിവറൻസ് എല്ലാം കഴിഞ്ഞ് ഞാനും അച്ഛനും ഒക്കെ വണ്ടിയെ കയറാനായിട്ട് വന്നപ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഓടി വന്നതാ. നമുക്ക് അവിടുത്തെ അച്ഛനും ഷാജി ചേട്ടനും ഒക്കെ വളരെ വിഷമിച്ചു പോയി. കാര്യം അന്ന് പലയിടത്തും ചെല്ലാന്ന് പറഞ്ഞ ചെല്ലാൻ പറ്റിയില്ല. ആ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു തരത്തിലും ഓടുന്നില്ല. കാര്യം അപ്പൊ എനിക്ക് തോന്നി, വേണ്ട, നമുക്കൊരു മെക്കാനിക്കലിനെ വിളിക്കാം. ഇപ്പം വിളിച്ച മെക്കാനിക്കലൊന്നും ഓടി വരുത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? 10 മിനിറ്റിനുള്ളിൽ ഇവിടെ വരും. ഏത് കോർണറിൽ നിന്നും ഞാൻ വിളിക്കുന്ന എൻ്റെ വാഹനം കേടായിപ്പോയി, പെട്ടെന്ന് വരാൻ പറഞ്ഞാല് ഏത് വർക്ക്ഷോപ്പുകാരനും എന്നെ അറിയാവുന്നവരും എൻ്റെ ധ്യാനം കൂടിയവരും ഓടിപ്പാഞ്ഞെത്തും. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോ അവരെല്ലാം കേട്ടോണ്ടിരിക്കുക. സ്പീക്കറിൽ അച്ഛനും കേട്ടു, അവരെല്ലാം കേട്ടു. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ബ്രദറെ, ഫാത്തിമാപുരത്താണ്. ഞാൻ വീട്ടിൽ വന്ന് ചോറുണ്ടോണ്ടിരിക്കുക, കൈ ഇട്ടതേ ഉള്ളൂ. ഞാൻ ഉണ്ടെന്ന് ഒരു 2 വാരിയതേ ഉള്ളൂ ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, കയ്യിലിട്ട് പെട്ടെന്ന് എത്തണം എൻ്റെ അടുക്കല് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഷാജി ചേട്ടനൊക്കെ ഉണ്ട്, ചോദിച്ചു നോക്കെ. 15 മിനിറ്റ് പോലും എടുത്തില്ല. പാഞ്ഞെത്തി അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. അദ്ദേഹം കയറിയിരുന്നു, വണ്ടി സ്റ്റാർട്ടായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു അനുഭവമാണ് ഈ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് ഒത്തിരി വചനങ്ങൾ പറയാനുണ്ട്. അതുപോലെ നമുക്കറിയാം, ഇവരെ അനുസ്മരിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ഇരിപ്പിടങ്ങള്, ഇവരുടെ വസ്ത്രങ്ങള്, ഇവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നല്ലതാണ്. പല പ്രാവശ്യം പറഞ്ഞു. എൻ്റെ ഷൂ ഒരു കള്ളുകൂടിയൻ ഇട്ടുകൊണ്ട് പോയി, അവനെ കള്ളുകൂടി മാറി
അവന് പിന്നെ ആ ഷൂ എൻ്റെ കട്ടെടുത്തോണ്ട് പോയതാ. ആ ഷൂ അവന് വേണമെന്ന് പറഞ്ഞ് 2 ഷൂ എനിക്ക് വേറെ മേടിച്ചു തന്നു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ചെയ്യുന്നത് അനുഭവേദ്യമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് നമുക്കറിയാം 11ഉം 12ഉം വചനത്തിലേക്ക് വരുന്ന പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവമാണ് അസാധ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ സ്പർശനമേറ്റ തൂവാല, അവന്റെ ശരീരസ്പർശനമേറ്റ അവന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ, ഇതെല്ലാം രോഗിയുടെ മേൽ കൊണ്ടുപോയപ്പോൾ പിശാച് പോലും വിട്ടുപോയി. പിശാച് അലറി വിളിച്ചോണ്ട് പോയി. അപ്പം നീതിമാന്മാരെ അനുസ്മരിക്കുന്ന നല്ലതാണ്. അതാണ് പ്രവാചകന്മാരുടെ ആ സാന്നിധ്യം ആ വസ്ത്രത്തിലൊക്കെ ഉണ്ട്, ദൈവിക ചൈതന്യം. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 11ഉം 12ഉം വചനങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 2 രാജാക്കന്മാർ, അതുകൂടെ എടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. 2 രാജാക്കന്മാർ. അപ്പൊ എലീശ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്കറിയാം. കോടാലി മരം വെട്ടിക്കൊണ്ടും കോടാലി കുളത്തിൽ വീണു. എന്നിട്ട് എലീശ പ്രവാചകൻ ഒരു കമ്പ് വെട്ടി ഒറ്റയേറെറിഞ്ഞു. ആ കോടാലി വെള്ളത്തിൽ പൊങ്ങി വന്നു. എന്നിട്ട് ആ മരം വെട്ടുവാനോട് പറഞ്ഞു പോയി എടുത്തോളാൻ. ഇങ്ങനെ ഏലീശ പ്രവാചനെ കൂടി ഒരുപാട് അത്ഭുതങ്ങളെ ദൈവം തമ്പുരാൻ നടത്തി. ഏലിയ പ്രവാചനെ കൂടി നടത്തി. അപ്പം ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൂടി എല്ലാം ദൈവം തമ്പുരാനാണ് എല്ലാം നടത്തുന്നത്. ഇവിടെ 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുകയായിരുന്നു, ഈ ഏലീശ മരിച്ചുപോയി. അപ്പൊ മരണത്തിന് ശേഷം സംഭവിക്കാൻ പോവാ, ഏലീശ മരിച്ചുപോയി. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 20-21 വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുക, ഏലീശ മരിച്ചുപോയി. അവിടെ കാണുകയാണ്, ഏലീശ മരിച്ചു, അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മെബിയോൻ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. എലീശ പ്രവാചകൻ ആ ദേശത്തുനിന്ന് മരിച്ചുപോയപ്പോൾ അവർക്കെതിരായിട്ടുള്ള ശത്രു സൈന്യം വന്നിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നപ്പോൾ ഒരുവനെ സംസ്കരിക്കുവാൻ ഒരു ശവം എടുത്തോണ്ട് പോവുകയായിരുന്നു. കുറെ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആക്രമി സംഘത്തെ കണ്ട് അവർ പേടിച്ചിട്ട് ആ ശവം വലിച്ചൊരൊറ്റ ഏറെറിഞ്ഞിട്ട് അവര് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. പക്ഷേ ഈ ശവം ചെന്ന് വീണത് ഏലീശയുടെ കല്ലറയിലേക്കായിരുന്നു. കണ്ട കല്ലറയുടെ ആ അടക്കിയിരിക്കുന്ന കല്ലറയുടെ മഹത്വം, കല്ലറയിലെ അത്ഭുതം നടക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതം നടന്ന ഏലീശയുടെ കല്ലറയിൽ പോലും അത്ഭുതം നടക്കുകയാണ്. 21-ാമത്തെ വചനം പറയുന്നു, ഇതാ ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. അവിടോട്ട് ഒരൊറ്റയേറെ. പക്ഷെ അത് ചെന്ന് ഏലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. കണ്ടോ, മരിച്ചതിന് ശേഷം ഏലീശ പ്രവാചകന്റെ കല്ലറയിൽ പോലും ആപത്തുകൾ അല്ലെങ്കിൽ മരിച്ചവനെ ഉയർത്തെഴുന്നേറ്റു. ജീവിച്ചിരിക്കും മരിച്ചവനെ ഉയർപ്പിച്ചു. പല അത്ഭുതങ്ങളും പ്രവർത്തിച്ച ഏലീശയുടെ മരണത്തിന് ശേഷം ഏലീശയുടെ കല്ലറയിൽ അത്ഭുതം നടക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിശുദ്ധ അൽഫോൻസാമ്മയെ അടക്കിയിരിക്കുന്നിടത്തും വിശുദ്ധ സെന്റ് തോമസിനെ അടക്കിയിരിക്കുന്നിടത്തും ഞാൻ ഓർക്കുക, CJ വർക്കിയച്ചൻ മരിച്ചതിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കല്ലറയിൽ പോയി. നമുക്കറിയാം CJ വർക്കിയച്ചനെ അടക്കിയിരിക്കുന്നത് അവിടെ കുളത്തുവയലിലാണ്, ആ ധ്യാനകേന്ദ്രത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പോകാത്തൊരു ചുരുക്കമാ. ഞാൻ ആ കല്ലറയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവിടുത്തെ മദർ സുപ്പീരിയറും അവിടുത്തെ കുറെ സിസ്റ്റേഴ്സും ഒക്കെ എന്നോട് വന്ന് ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. കാര്യം എൻ്റെ ഒരു ആത്മീയഗുരുവായിരുന്നു, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതുപോലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കട്ടിലേക്ക് കയറി കിടന്ന കാര്യങ്ങളും വിശുദ്ധ തോമസ് ലിയ ഇരുന്ന മൈലാപ്പൂരിലെ കസേര കയറി ഇരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. പക്ഷെ ഇതെല്ലാം വിശ്വാസത്തോടു കൂടി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓടി നടക്കാൻ വചനപ്രഘോഷണം നടത്തുവാൻ ദൈവം തമ്പുരാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധരെ അനുസ്മരിക്കുന്നതും വിശുദ്ധരുടെ സാന്നിധ്യവും സാമീപ്യവും അതുപോലെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ അവരുടെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കുകളും ദൈവികമാണ്. അത് അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചാൽ അനുഗ്രഹം നദി പോലെ കിട്ടും. ഞാൻ ഓർക്കാറുണ്ട്, ഇന്ന് അനു രവീന്ദ്രന് അങ്ങനെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി. ഇന്ന് ചുമ്മാ ഒന്ന് വിളിച്ച് ബ്രദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നു. എല്ലാം നടക്കും, എല്ലാം ദൈവം തമ്പുരാൻ നടത്തും. ഒരാൾ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നടപ്പിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പറയുമ്പോൾ നിങ്ങളുടെ ജോലി അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ദൈവം തമ്പുരാൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് എന്നെ സേവിച്ച എല്ലാ മക്കൾക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. ഇനിയും ഓർത്തുകൊള്ളുക,
ഇതുപോലെ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ഓർക്കാതെ ഇതിനകത്ത് എനിക്കത് വളരെ ഇപ്പോഴാണ് ഈ വചനം കിട്ടിയപ്പോഴാണ് എനിക്ക് വളരെ നേരത്തെ ഈ വചനം പ്രസംഗിക്കുമ്പോഴും അല്ലെങ്കിൽ വചനം വായിക്കുമ്പോഴും ഇത്രമേലില്ല. പക്ഷെ പല വ്യക്തികൾ പറഞ്ഞു, ബ്രദർ കിടന്നിട്ട് പോയ കട്ടിലെ ഞാൻ കയറി കിടന്നു എന്ന് പറഞ്ഞപ്പോൾ അവരാ ബെഡ്ഷീറ്റ് മാറ്റിയില്ല. എന്നാൽ ഞാൻ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറ്റി വേറൊരാൾ കിടക്കത്തുള്ളൂ. പക്ഷേ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കിടന്ന കട്ടിലെ കയറി കിടന്ന ആ വാക്കുകള് പലരും എൻ്റെ പറഞ്ഞു. പലരും ആ വാക്കുകള് ഞാൻ കഴിച്ച പാത്രത്തിൽ കഴിക്കുന്നവര് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം ദൈവത്തിന് അറിയാം, എനിക്ക് ദൈവത്തിനെ അറിയാം. ദൈവവചനം മായം കൂടാതെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ